ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ വിൻഡോജുവിന്റെ പുതിയ മാത്സിലെ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ ഗണിതക്രിയകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപങ്ങൾ ഓർത്തിരിക്കുന്നത്, ചില ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപങ്ങൾ ഓർത്തിരിക്കുന്നത് കണക്ക് വേഗം ചെയ്യുന്നതിന് വളരെ എളുപ്പം ആക്കി തീർക്കും. ഈ സംഖ്യകളുടെ ആരോഹണ അവരോഹണ ക്രമത്തിൽ എഴുതുക. ഭിന്നസംഖ്യകൾ കുറച്ചെണ്ണം തരും, എന്നിട്ട് അതിന്റെ ആരോഹണ ക്രമത്തിലും അതുപോലെ തന്നെ അവരോഹണ ക്രമത്തിലും എഴുതുക. അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതല്ലെങ്കിൽ ചിലപ്പോൾ ശതമാന കണക്കുകൾ ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് ഓൺ ദ വേ പഠിക്കാം. അപ്പൊ ഈ സംഖ്യകളുടെ ചില സംഖ്യകളുടെ സ്ഥിരമായിട്ട് ആവർത്തിച്ചു വരുന്ന ചില സംഖ്യകളുണ്ട്. പിന്നെ അങ്ങനെയുള്ള ചില സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റ് ഭിന്നസംഖ്യകളുടെയും ദശാംശ രൂപങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ചില ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപങ്ങൾ ഏതെല്ലാമാണ്, അങ്ങനെ ഓർത്തിരിക്കേണ്ടത് ഏതെല്ലാമാണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അതില് 1/2 നിങ്ങൾക്കറിയാം. 1/2 എന്ന് പറഞ്ഞാൽ പകുതിയാണ്. അപ്പൊ എന്താ വരിക? 0.5. 1/3 1/3 എന്ന് പറഞ്ഞാൽ 0.333 ഇങ്ങനെ തുറന്നു പോകും. അപ്പൊ ഏതെങ്കിലും എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ 1/4 1/5 1/6 1/7 1/8 1/9 1/10 1/11 നമ്മൾ ഓർത്തിരിക്കണം. അത് ഓർത്തിരിക്കാൻ വലിയ പ്രയാസമാണ് എന്നാണ് നമുക്ക് ചിലപ്പോൾ തോന്നുക. ഓർത്തിരിക്കാൻ ഒരു പ്രയാസമില്ല. എന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ എഴുതി തരാം. എഴുതി തന്നതിന് ശേഷം നിങ്ങൾ ഒരു നോട്ടിലേക്ക് അത് കുറിച്ചെടുക്കുന്നു. കുറിച്ചെടുത്തതിന് ശേഷം കാണാതെ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പൊ അതിനിടയിൽ നോക്കുമ്പോൾ 1/3 നമുക്ക് ഓർമ്മയില്ല. അപ്പൊ 1/3 ചെയ്തു നോക്കുക. അല്ലാതെ എഴുതിയ നോട്ടിലേക്ക് നോക്കരുത്. എന്നിട്ട് അത് ചെയ്തു നോക്കുമ്പോൾ ഇവിടെ പോയിന്റ് ഇടുന്നു. കാരണം 1ൽ 3 പോവില്ല. പോയിന്റ് ഇട്ടു, 0 ഇട്ടു. 10ൽ 3 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 3 9. ബാലൻസ് എത്ര? 1. വീണ്ടും 0 ഇട്ടു, 3 9. ഇതിങ്ങനെ തുറന്നു പോവുകയാണ് ചെയ്യുക. 1/3 0.3333. ഓർത്തു വെക്കാൻ എളുപ്പമാണ് അല്ലെ? ഇവിടെ 3 ഇവിടെ എല്ലായിടത്തും 3. 1/4 എന്ന് പറഞ്ഞാൽ 0.5ന്റെ പകുതിയാണ്. ഈ 1/2 അരയുടെ പകുതിയാണല്ലോ കാല്. കാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? 0.25. അഥവാ ഇവിടെ 0.5 എന്ന് പറഞ്ഞാൽ അതിന് 0.50 എന്നും കൂടി അർത്ഥമുണ്ട്. 50ന്റെ പകുതി എത്രയാണ്? 25. നിങ്ങൾക്കൊരു ദശാംശ സംഖ്യയിൽ, ഒരു ദശാംശ രൂപത്തിൽ, ഒരു സംഖ്യയുടെ ദശാംശ രൂപത്തിൽ നിങ്ങൾക്ക് പോയിന്റിന് ശേഷം ഏറ്റവും അവസാന സംഖ്യയ്ക്കും ശേഷം എത്ര 0 വേണമെങ്കിലും ഇടാം. ആ സംഖ്യക്ക് യാതൊരു മാറ്റവും ഇല്ല. അതായത് 0.5 തന്നെയാണ് എന്ത്? 0.50 എന്നും പറയുന്നത്. അത് തന്നെയാണ് 0.5000. എത്ര 0 ഇട്ട് പോവാ? അതൊക്കെ തുല്യമാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 0.05 ഒരിക്കലും എന്തിന് തുല്യമല്ല? 0.5ന് തുല്യമല്ല. ഈ 0 ഇടുമ്പോ സംഖ്യയുടെ ഏത് വശത്തല്ല ഇടേണ്ടത്? ഇടതുവശത്തല്ല, വലതുവശത്താണ് ഇട്ട് പോകേണ്ടത്. അപ്പോഴാണ് വ്യത്യാസം ഉണ്ടാവാതിരിക്കുക. അപ്പൊ അതൊക്കെ എളുപ്പമാണ്. 1/2ന്റെ പകുതിയാണ് 1/4. അതിന്റെ പകുതി എത്രയെന്ന് അറിയാൻ ഇവിടെ 0.50. 50ന്റെ പകുതി 25 ആണ്. 1/0.25 എന്ന് വരും. ഇപ്പൊ ഇതുപോലെ തന്നെയാണ് 1/8 ഇവിടെ കാണണം എന്ന് വിചാരിച്ചോളൂ. 1/2ന്റെ പകുതിയാണ് 1/4. അപ്പൊ 50ന്റെ പകുതി 25. ഇനി ഇവിടെ 0.25ന്റെ പകുതിയാണ് 1/8 എന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടെത്തുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 0.25ന്റെ അവിടെ ഒരു 0 ഇട്ടോണ്ടും കുഴപ്പമില്ല. ഇനി അതിന്റെ പകുതി കാണണം. 0.2ന്റെ പകുതി 1, 50ന്റെ പകുതി എത്രയാണ് വരുന്നത്? 25. അതുകൊണ്ട് 0.125 എന്ന് വരും. എത്ര സിമ്പിൾ. ഇനി 1/5 എന്ന് പറഞ്ഞാൽ അതും ഓർത്തു വെക്കണമെങ്കിൽ വളരെ എളുപ്പമുണ്ട്. 1/2 0.5 ആണ്. 1/5 0.2 ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വന്നു. ഇവിടെ 2, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 2. 1/6 ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്. 0.166 ഇങ്ങനെ തുടർന്നു പോവുക ചെയ്യാം. ഇവിടെ 0 ഇടരുത് കേട്ടോ, കാരണം അത് തുടർന്നു പോകുന്നുണ്ട്. തുടർന്നു പോവാത്ത ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽസിന്റെ അവിടെയാണ് 0 ഇട്ടാലും വ്യത്യാസം ഉണ്ടാവാതിരിക്കുക. അപ്പൊ 1/6 0.166 ആണ്. എന്തായിരിക്കും 1/7? അതും എളുപ്പമാണ്. 0.14 തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് അത്രയൊന്നും ഓർത്തു വെക്കണ്ട. 0.14 എന്ന് ഓർത്തു വെച്ചാൽ മതി. 7ന്റെ ഇരട്ടി. ഇനി സംശയമുണ്ട്, നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഉടൻ ചെയ്തു നോക്കുക. പരീക്ഷ ഹാളിൽ എത്തുന്നതിന് മുന്നത് നമ്മുടെ മനസ്സിൽ ഉറച്ചിരിക്കണം. പലതവണ ചെയ്തു നോക്കിയാൽ മതി. അങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതുക. കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കുക. അപ്പൊ ഇവിടെ എത്രയാണ്? ഇവിടെ 1 വരുന്നത്. അപ്പൊ 1ൽ 7 പോവില്ല. അപ്പൊ 0 ഇട്ടു, 0 ഇട്ടു. 10ൽ 7 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 1 7 7. ബാലൻസ് എത്രയാണ്? 3.
വീണ്ടും 0 ഇവിടെ ദശാംശ സ്ഥാനം ഇട്ടാ പിന്നെ ഓരോ 0 ഇറക്കിയിടാം. ഇനി 30ൽ 7 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. കണ്ടു, 4 7 28. പിന്നെ 1/8 നമ്മൾ പഠിച്ചു. 1/9 0.111 ആണ്. കണ്ടോ, 1/9 ഈ 0.111. 1/10 0.1 ആണ്. 1/11 0.09 ആണ്. ഇങ്ങനെ തുറന്നു പോകും. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിൽ ഉറച്ചു വെക്കാൻ പറ്റണം. പലതവണ ചെയ്ത് നോക്കുക. എങ്ങനെയാണ്? ചോദ്യപേപ്പറൊക്കെ എടുത്ത് മാറ്റുക, അല്ലെ നോട്ടൊക്കെ എടുത്ത് മാറ്റുക. എന്നിട്ട് എന്തുമാത്രം നമ്മുടെ അടുത്തൊരു പേപ്പർ മാത്രമായിരിക്കണം, അതിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 1/2 0.5, 1/3 അതെത്രയാണ്? 0.333. അങ്ങനെ തുറന്നു പോകും. 1/4 അത് 0.25 അല്ലെ, 0.25. 1/5 0.2. അതിനിടയിൽ നമുക്ക് 1/6 കിട്ടുന്നില്ല. ഉടൻ ആ നോട്ടിലേക്ക് എടുത്ത് നോക്കരുത്. 1നെ 6 കൊണ്ട് ഹരിച്ചു നോക്കുക. 1ൽ 6 പോവാത്തോണ്ട് 0 ഇടുന്നു, 10 ഇടുന്നു. 10ൽ 6 ഒരു പ്രാവശ്യം, 6, ബാലൻസ് എത്രയാണ്? 4. ഇനി വീണ്ടും 0 അവിടെ 0 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോ 0 ഇറക്കിയിടാം. ഇനി 6 36, വീണ്ടും 4 കിട്ടുക. ഈ 6 ആവർത്തിച്ച് വരും, കാരണം ഇവിടെ 40ൽ വീണ്ടും 6 പോവുക. അപ്പൊ 1/6 എന്ന് പറഞ്ഞാൽ 0.16. 1/7 0.14, 7ന്റെ ഇരട്ടി എന്നോർത്ത് വെച്ചാൽ മതി. അതങ്ങനെ ആവർത്തിച്ചു വരും. 1/8 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 0.25 ആവുമ്പോൾ അതിന്റെ പകുതി 0.125. 1/9 എത്രയാണ് വരിക? 0.111. 1/10 എത്രയാണ് വരിക? 0.1. 1/11 നേരെ 1/9 0.111. ഒരു 11 ഇവിടെ ഉണ്ടല്ലോ അല്ലെ, ഇവിടെ 1/11 0.09. വെറും 0.9 അല്ല, 0.09 ആണ്. ഓക്കെ, ചെയ്ത് നോക്കണേ. അത് ചെയ്ത് പ്രാക്ടീസ് ആവണം നിങ്ങൾ. ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം, ഒരു കണക്ക് എടുത്ത് കാണിച്ചു തരാം, എങ്ങനെയാണ് ഇത് ഗുണം ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഇനി നമുക്ക് മറ്റൊന്ന് വളരെ പ്രധാനമായിട്ടും നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഏതാണ്? വളരെ പ്രധാനമായി നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അത് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ 1/9, 2/9. അതും കൂടി ഓർത്തു വെക്കാനും എളുപ്പമാണ്. നമുക്ക് പല ക്രിയകളും ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളെ എളുപ്പത്തിലാക്കുകയും ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതൊന്ന് നോക്കാം നമുക്ക്. 1/9 സിമ്പിൾ. 1/9 എന്ന് പറഞ്ഞാൽ 0.111 ഇങ്ങനെ തുറന്നു പോകും. അപ്പൊ 2/9 അതും സിമ്പിൾ ആണ്. ആ 2 തന്നെ ആവർത്തിച്ചിടുക. 0.222. നോക്കൂ, അങ്ങനെ വരുമ്പോൾ തുറന്നു പോയി. അങ്ങനെ പോകുമ്പോ 5/9 എന്താ വരിക? 5/9 0.555 ഇങ്ങനെ തുറന്നു പോകും. അപ്പോ 7/9 എന്തായിരിക്കും? 0.777 ഇങ്ങനെ തുടർന്നു പോകും. ഇങ്ങനെ നമുക്ക് 8/9 വരെ ഇത് ഓക്കെയാണ്. അതിനുശേഷം അതെടുത്ത് നോക്കണ്ട, 0.888 എന്നിങ്ങനെ പോകും. ക്ലിയർ? വളരെ എളുപ്പമുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു വഴി പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് പ്രോബ്ലം വരിക, അതും കൂടി നമ്മൾ നോക്കണ്ടേ. ഒരു പ്രോബ്ലം ഞാൻ പറയാം. മറ്റു പ്രോബ്ലങ്ങളൊക്കെ നമ്മളിങ്ങനെ കണക്ക് ചെയ്തു പോകുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്നത് നമുക്ക് പഠിക്കാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞു. ഏതിനൊക്കെ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞത്? വെറുതെ 1/2, അത് കഴിഞ്ഞാൽ 1/6, അത് കഴിഞ്ഞാൽ 3/7, അത് കഴിഞ്ഞാൽ 2/5 ഇങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. 1/2 നിങ്ങൾക്കറിയാം. 1/2 എത്രയാണ്? 0.5. ഇനി ഇതൊന്നും കൂടി എഴുതാം, 4/9 എന്നും കൂടി എഴുതാം. 1/6 എത്രയാണ്? അത് നിങ്ങൾ പഠിച്ചു, 0.166 ഇങ്ങനെ പോവുകയാണ്. 3/7 കാണുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കുക, 1/7 നിങ്ങൾക്കറിയാം 0.14 ആണ്. അപ്രോക്സിമേറ്റ് റേറ്റ്, കറക്റ്റ് ആയിട്ടല്ല. അപ്പൊ 3/7 എന്ന് പറഞ്ഞാൽ ഈ 0.14നെ നിങ്ങൾ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 0.42 എന്ന് കിട്ടും. കണ്ടോ, വളരെ എളുപ്പത്തിൽ 0.42 എന്ന് എഴുതി. അതുപോലെ തന്നെ 2/5 1/5 നിങ്ങൾക്കറിയാം എത്രയാണ്? 0.2 ആണ്.
അങ്ങനെ വരുമ്പോ 2/5 കിട്ടാൻ നിങ്ങൾ 0.2നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 0.4 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 0.4 എന്ന് എഴുതി. 0.4 എന്ന് പറഞ്ഞാൽ 0.40. ഇതൊന്നും ആവർത്തിച്ചു വരുന്നില്ല. ഇനി 4/9 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 0.4444 എന്നിങ്ങനെ പോകും. ഇനി ഇവിടെ നോക്കൂ, ഇതിലെ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലെ ഏറ്റവും ചെറുത് ഏതാണ്? അത് പോയിന്റിന് ശേഷം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാ നോക്കുക. ഇവിടെ 0.1 ആണ്. സോ 1/6 ആണ് ഇതിലെ ഏറ്റവും ചെറുത്. അപ്പോ ഇത് എഴുതി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ വലുത് ഏതാണ്? 0.1 കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ദശാംശ സ്ഥാനങ്ങളിൽ വരുത് ഇവിടെ 0.4 3 ഉണ്ട്. അതിൽ 0.4 കഴിഞ്ഞാൽ എല്ലായിടത്തും 0.4 തന്നെയാണ്. പിന്നെ ഇവിടെ വരുന്നത് 0 ആണ്. അപ്പോൾ എല്ലാം ആദ്യത്തെ ദശാംശ സ്ഥാനത്തിന് ശേഷമുള്ള ആദ്യത്തെ സ്ഥാനം തുല്യമാണെങ്കിൽ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് എടുക്കുക. അപ്പൊ രണ്ടാമത്തെ സ്ഥാനത്ത് ചെറുത് ഇവിടെയാണ്. അതുകൊണ്ട് 0.40 ആണ്. അതുകൊണ്ട് അടുത്ത ചെറുത് എന്ന് പറയുന്നത് 2/5 ആണ്. ഓക്കെ, അപ്പൊ ഇതും കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ 0.42 കണ്ടു. 40 കഴിഞ്ഞാൽ പിന്നെ 42 ആണല്ലോ വലുത്. അപ്പോ 0.42 ആണ്. അതെന്ന് പറഞ്ഞാൽ 3/7 ആണ്. അയാളുടെ കാര്യവും കഴിഞ്ഞു. പിന്നെ അടുത്തത് 0.444 ആണ്. അപ്പൊ 4/9 ആണ്. ഏറ്റവും ലാസ്റ്റ് വരുന്നത് 0.5 ആണ്. അതുകൊണ്ട് ഏറ്റവും വലുത് 1/2 ആണ്. കണ്ടോ, നമ്മൾ വളരെ ഈസിയായി വളരെ പ്രയാസകരമായ ഒരു കണക്കിനെ മറ്റൊരു മെത്തേഡ് ഉപയോഗിക്കാതെ നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യുകയാണ്. ഇനി ഇതിൽ ശതമാന കണക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു കണക്ക് ചെയ്തു വന്നു, അതിന്റെ ശതമാനം ഫ്രാക്ഷൻ ആയിട്ട് നിങ്ങൾ കണ്ടു നോക്കി. ഫ്രാക്ഷൻ ആയിട്ട് കണ്ടു നോക്കിയപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് കിട്ടിയതിന്റെ ഫ്രാക്ഷൻ 1/6 ആണ് എന്ന് കിട്ടി നോക്കി. ഫ്രാക്ഷൻ കണ്ടോക്കി. അപ്പൊ ഇതിന്റെ ശതമാനം കാണാൻ ഈ 1/6നെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അതാണ് ഈ ഫ്രാക്ഷൻ ഈക്വലന്റ് ആയിട്ടുള്ള പെർസെന്റേജ്. ഏതൊരു ഫ്രാക്ഷനെയും 100 കൊണ്ട് ഗുണിച്ചാൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള പെർസെന്റേജ് കിട്ടും. അപ്പൊ ഇവിടെ 1/6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 0.16 ആണ്. തുറന്നിങ്ങനെ പോകും ഇൻറ്റു 100. അങ്ങനെ വരുമ്പോ അത് എത്രയാണെന്ന് കിട്ടി? 16% ആണ് എന്ന് കിട്ടി. കണ്ടോ, വളരെ എളുപ്പം നമുക്ക് കണക്ക് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഗുണകരമാണെന്ന് കരുതുന്നു. കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഗണിതം ലളിതമാണ്. നമ്മുടെ വിൻഡോജുവിനൊപ്പം വരിക. നമ്മൾ ഇത്തരത്തിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഈ സീക്വൻസിൽ പെടുത്തിക്കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് പറഞ്ഞു പോകും. താങ്ക് യു.